സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്. അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ടായിരുന്നു. കഞ്ചാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തിയിട്ട് അദ്ദേഹം മാത്രമല്ല 5-6 കൂട്ടുകാരെയും അറസ്റ്റ് ചെയ്തു. സാധാരണഗതിയിൽ നമ്മളൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനെ ന്യായീകരിക്കാറുണ്ട്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഞാൻ ചെയ്തു എന്നും ഞാൻ ചെയ്തത് തെറ്റാണ് എന്നും എൻ്റെ മക്കളെ എന്നൊക്കെ വിളിച്ച് തൻ്റെ പാട്ട് കേൾക്കുന്ന തൻ്റെ ഗാനം കേൾക്കുന്ന ആളുകളോട് വിദ്യാർത്ഥികളോടൊക്കെ പറയുന്നുണ്ട്, ചേട്ടൻ നന്നാവാൻ ശ്രമിക്കാട്ടോ എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ തെറ്റുകൾ ചെയ്യുമ്പോൾ തിരുത്താൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്, ഇനിയെങ്കിലും ഞാനത് തിരുത്താൻ ശ്രമിക്കാം എന്നുള്ള ആ വാക്കുണ്ടല്ലോ, അത് പലപ്പോഴും നാം പറയാത്തൊരു വാക്കാണ്. പലപ്പോഴും തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ വേടനെ ന്യായീകരിക്കല്ല, മറിച്ച് അദ്ദേഹത്തിൽ നിന്നുണ്ടായ ആ വാക്ക് അത് വല്ലാത്തൊരു വാക്കാണ്. നമ്മളിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്, പക്ഷേ അത് തിരുത്താനും അത് തെറ്റാണ് എന്ന് സമ്മതിക്കാനും പലപ്പോഴും നാം തയ്യാറാവുന്നില്ല എന്ന് ഒരു സത്യമാണ്. അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുകയോ അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റണമെന്നോ അദ്ദേഹത്തിൻ്റെ ഗാനം നിങ്ങൾ കേൾക്കണം എന്നൊന്നുമല്ല പറയുന്നത്. മറിച്ച് ഇന്നിൻ്റെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പലരും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം ഗാനത്തിലൂടെ അത് ആലപിച്ചത്. യാസർ അറഫാത്ത് എന്ന് പറയുന്ന ഫലസ്തീൻ പ്രസിഡന്റ്, അഥവാ ഒരു കാലഘട്ടത്തിൽ ഫലസ്തീനിന് വേണ്ടി, ഫലസ്തീനിൻ്റെ വിമോചനത്തിന് വേണ്ടി പരിശ്രമിച്ച, കഠിനാധ്വാനം ചെയ്ത യാസർ അറഫാത്തിൻ്റെ വാക്കുകൾ വരികളാക്കി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കുത്തിവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഫലസ്തീനി മക്കൾക്ക് വേണ്ടി ആ പ്രതികരിക്കാൻ കാണിച്ച ആർജവം അത് ഇത്രയും ആളുകൾക്കിടയിൽ ഒരു പ്രശ്നം നടക്കുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം കാണിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പലപ്പോഴും നമ്മുടെ ഫലസ്തീനി ജനതയ്ക്ക് അടിച്ചമർത്തപ്പെട്ട ആ സമൂഹത്തിന് വേണ്ടിയുള്ള വരികളാണ് അദ്ദേഹം ഇവിടെ പാടുന്നതും പറയുന്നതും.